യൂറോ കപ്പിൽ തുടർച്ചയായ രണ്ടാം മത്സരവും വിജയിച്ച് ജർമ്മനി പ്രീ ക്വാർട്ടറിൽ. ഹംഗറിയെ നേരിട്ട ജർമ്മനി എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഗുണ്ടോഗന്റെ അസിസ്റ്റിൽ യുവതാരം മുസിയാലയിലൂടെ ജർമ്മനി ആദ്യ ലീഡെടുത്തു. ആദ്യ മത്സരത്തിലും മുസിയാല ജർമ്മനിക്കായി ലക്ഷ്യം കണ്ടിരുന്നു. ഗോൾ വേണ്ടതോടെ തിരിച്ചടിക്കാൻ ഹംഗറി ജർമ്മൻ മുഖത്തേക്ക് ആക്രമണവുമായി കടന്നു എന്നെങ്കിലും മോശം ഫിനിഷിംഗും നിർഭാഗ്യവും തിരിച്ചടിയായി. ആദ്യ പകുതിക്ക് പിരിയും മുൻപ് ഹംഗറി ഒരു തവണ വലകുലുക്കിയെങ്കിലും ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു. രണ്ടാം പകുതിയിൽ 67-ാം മിനിറ്റിൽ മിച്ചൽ സാഡിന്റെ അസിസ്റ്റിൽ ഗുണ്ടോഗൻ ജർമ്മനിയുടെ 2ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 70% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ജർമ്മനിയായിരുന്നു. 19 ഷോട്ടുകളാണ് ജർമ്മനി മത്സരത്തിൽ തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, 716 പാസുകൾ, 93% കൃത്യതയോടെ ജർമ്മനി പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് ഹംഗറി തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്, 308 പാസുകൾ, 80% കൃത്യതയോടെ ഹംഗറി പൂർത്തിയാക്കി. 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ജർമ്മനി 2 വിജയവുമായി 6 പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാമതാണ്. ഹംഗറി 2 മത്സരവും തോറ്റു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജർമ്മനി സ്വിറ്റ്സർലാൻഡിനെയും ഹംഗറി സ്കോട്ട്ലൻഡിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.